നാർസിസിസ്റ്റായ പങ്കാളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് പലരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവരുമായി ഒരിക്കലും വാക്കുതർക്കത്തിൽ ഏർപ്പെടരുത് എന്നതാണ്. അവരെ പറഞ്ഞു ബോധിപ്പിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. എത്രയൊക്കെ വസ്തുനിഷ്ഠമായി സംസാരിച്ചാലും അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കില്ലെന്നത് മാത്രമല്ല, ഇതെല്ലാം നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവസാനം നിങ്ങൾ മാനസികമായി തകരുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയിൽ വേദനിച്ചിരിക്കുന്ന നിങ്ങളെ കാണുന്നതാണ് അവർക്കേറ്റവും സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് വാഗ്വാദത്തിന് അവസരങ്ങൾ ഉണ്ടാക്കരുത്. ആ സാഹചര്യങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുക. ഇവരുമായി അത്യാവശ്യം കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ പണം നിങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുക. ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ ശക്തമായി പ്രതികരിക്കുക. പോലീസിനെ വിളിക്കും എന്ന് തന്നെ പറയുക. അവർക്ക് സമൂഹത്തെ ഭയമാണ്. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന ഭയം ഇങ്ങനെയുള്ളവർക്കുണ്ടാകും. ആ ഭയത്തെ നന്നായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, വായന, പാചകം, കൂട്ടുകാരോടൊപ്പമുള്ള നിമിഷങ്ങൾ, യാത്രകൾ ഒക്കെ എൻജോയ് ചെയ്യുക. ക്രമേണ നിങ്ങളിൽ ഒരു പുതിയ പ്രകാശം നിറയുന്നത് കാണാം. അത് നൽകുന്ന ആത്മവിശ്വാസത്തിൽ തല ഉയർത്തി ജീവിക്കുക. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അനുഭവത്തിനും അനുസരിച്ചുള്ള ജോലികൾ ഉണ്ടാകും. നോക്കൂ കൂട്ടുകാരെ, ഒരു മൊബൈൽ ഫോണും ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും ഇന്ന് സുഖമായി ജീവിക്കാൻ കഴിയും. അത് ചെയ്യുക. അങ്ങനെ ഈ ചങ്ങലക്കെട്ടിനെ ഭേദിക്കുക. നിങ്ങൾ അതിന് ഭാര്യയായാലും ഭർത്താവായാലും ഇല്ലെങ്കിലും ഞാൻ തല ഉയർത്തി ജീവിക്കും എന്ന മെസ്സേജ് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. പതുക്കെ നിങ്ങളുടെ പങ്കാളി കീഴടങ്ങുന്നത് കാണാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ താഴ്ന്നു കൊടുക്കുകയോ കീഴടങ്ങുകയോ ചെയ്യരുത്. ലവ് ബോംബിങ് ഇവരുടെ ഒരു പ്രധാന തന്ത്രമാണ്. നോക്കൂ, ഇങ്ങനെ മാത്രമേ നാർസിസിസ്റ്റായ ജീവിത പങ്കാളിയെ മാനേജ് ചെയ്യാനാകൂ. ഇതുപോലുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക.